നമസ്കാരം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനായിട്ട് EVM ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം കുറച്ച് വർഷങ്ങളായി തന്നെ രാജ്യത്ത് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം തന്നെയാണ്. എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം തന്നെ കരുത്ത് പകരുന്ന പല സംഭവ വികാസങ്ങൾക്കും നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒട്ടനവധി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ ചില സംഘടനകൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹർജികൾ പോലും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊപ്പം തന്നെ VVPAT എണ്ണണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും ഈ ഹർജികളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം തന്നെ VVPAT സ്ലിപ്പുകളും 100% എണ്ണണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, അതോടൊപ്പം തന്നെ ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ 2024 ഓഗസ്റ്റ് 12 ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തായിരുന്നു ഹർജി. ഡൽഹി ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടാൻ മതിയായിട്ടുള്ള കാരണങ്ങളില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളുകയാണെന്നും ജസ്റ്റിസ് പറയുകയുണ്ടായി. സമാന വിഷയങ്ങളിൽ താൻ നേതൃത്വം നൽകിയ സുപ്രീം കോടതി ബെഞ്ച് നേരത്തെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അത് വീണ്ടും ഉന്നയിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. ഭാവിയിൽ VVPAT സംവിധാനത്തിൽ പ്രിൻ്റർ തുറന്നിരിക്കണമെന്നും പ്രിൻ്റ് ചെയ്ത് പുറത്തു വരുന്ന ബാലറ്റ് അത് വോട്ടർമാർക്ക് പരിശോധിക്കാനായിട്ട് അവസരം നൽകണമെന്നും അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൈമാറുന്നതിന് മുൻപ് വോട്ടർ അത് ഉറപ്പാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ ഈ ഹർജി ഉണ്ടായത്. ഇതുകൂടാതെ കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് വോട്ടെണ്ണലിനൊപ്പം തന്നെ VVPAT സ്ലിപ്പുകൾ 100% എണ്ണണമെന്നായിരുന്നു ഹർജിയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത്. ഡെമോക്രാറ്റിക് റിഫോംസ് അസോസിയേഷൻ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേസിലെ സുപ്രീം കോടതി വിധി ഈ വിഷയത്തിൽ നിലവിലുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഹർജിയിലെ വിഷയം ഇനി നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് അന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു വിധിയെ തുടർന്നാണ് സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിലും വലിയ തിരിച്ചടിയാണ് EVMുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.